ചിലരെന്നെ വലിച്ചെറിയും, ചിലരെന്നെ കൂടെ കൂട്ടും. ഇവിടെ ഞാൻ വലിച്ചെറിയപ്പെട്ടതിന് ചില കാരണങ്ങളുണ്ട്. പാലുവണ്ടി വന്നു. പാലിന് ഇത്തിരി കുറവാ. എന്ന് ഇത് തന്നെയാണല്ലോ പറയുന്നേ. ഓ ചുമ്മാ വെള്ളവാ. ആ വലിയ ചെങ്കലവയും കൂടെ എടുത്തേ. ചേച്ചിയേ പെണ്ണേ വീണൊന്ന് തായോ. നക്ക 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 നക്ക. സുഖേട്ടാ, സുഖേട്ടാ, ഈ വെള്ളം കൊള്ളത്തില്ലെന്നാ തോന്നണേ. നല്ല ചൊവയുണ്ട്. 2 ദിവസമായിട്ട് തെളിഞ്ഞിട്ടുമില്ല. പൈപ്പിന്റെ മുമ്പിൽ ക്യൂ ആയിരിക്കും. പോയി നോക്കാം. നീ ഒരു കട്ടൻ ഞെടുത്തേ. വാ. നോക്കിയാ പോരാ, വെള്ളം കിട്ടിയില്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും. നിക്കടെ അവിടെ മോനെ, ചെയ്യട്ടെ. നിക്കും മോനെ, സമയം പോണു. അതാ അച്ഛൻ വന്നു. നാളെ മുതൽ മോന് സ്കൂൾ ബസ് പറഞ്ഞിട്ടുണ്ടേ. അത് വേണോ? വേണം സുഖേട്ടാ, നമ്മുടെ മോന് സ്കൂൾ ബസ്സിൽ തന്നെ പോണം. വേണ്ട, എനിക്ക് അച്ഛൻ കൂടെ പോയാ മതി. അച്ചൂട്ടാ, അത് നാളെയല്ലേ, നമുക്ക് നോക്കാം. അയ്യോ, പേഴ്സ് എടുത്തില്ല. മോളെ ആ പേഴ്സ് കൂടി എടുക്ക അച്ഛന്റെ. പോവാം. എന്താ ഏട്ടാ വിളിപ്പിച്ചേ? വാ സുഖു, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഇന്നലെ ഒരു പാർട്ടിക്ക് കൊടുത്തതാ, എന്തോ ഒരു കംപ്ലൈന്റ്. വല്ല ലൂസ് കോണ്ടാക്ടോ മറ്റോ ആയിരിക്കും. നീ പൊയ്ക്കോ, നാളെ കാണാം. ശരി ചേട്ടാ. വയറിങ്ങിന്റെ പ്രശ്നമായിരിക്കും. വാറന്റി ഉള്ളതല്ലേ, കമ്പനിക്ക് തിരിച്ചു കൊടുത്തേക്ക്. എവിടെയാ സുഖു പണി? അഹമ്മദ് കട വീട്ടിലായിരുന്നു, അത് കഴിഞ്ഞു. ശരി. ശരി ശരി. പണിക്ക് ആളെ കിട്ടാനില്ല. ജോസേട്ടന്റെ പണിയാണെങ്കിൽ തീർന്നിട്ടുമില്ല. നിനക്ക് വല്ല ബംഗാളികൾ നോക്കിക്കൂടെ? ഇനിയിപ്പോ അതേ ഉള്ളു വഴി. അവരാകുമ്പോ പണിയെടുക്കുകയും ചെയ്യും, ശരിയാ, സമയത്ത് പണിയും തീരും. ഇവിടെ ഉള്ളവർക്ക് പണിയെടുക്കാൻ എവിടെയായാലും കുടിക്കാനല്ലേ ഉള്ളൂ. അതെ അതെ, എനിക്കിവിടെ 2-3 കടയിൽ കയറാണ്. എന്നാ പിന്നെ കാണാം. ശരി, വൈകിട്ട് കാണാം. ശരി. സുഖവേ. എന്താ ജോസേട്ടാ? ടൗണിലെ വീടിന്റെ പണി ഉടനെ തുടങ്ങണം. അടുത്ത മാസം മോ വരുന്നുണ്ട്. ഇപ്പോഴെങ്കിലും അവനത് തോന്നിയല്ലോ. പ്രായമായ പപ്പയെ തനിച്ചാക്കിയിട്ട് അവനവിടെ എന്ത് നേടാനാ?
അവനിനി തിരികെ പോകുന്നില്ലാന്ന്. വാർദ്ധക്യത്തിലെ ഏകാന്തത മരണതുല്യമാടോ. ആ, നീ വൈകിട്ട് വീട്ടിലേക്ക് വാ, കുറച്ച് അഡ്വാൻസ് തരാം. എന്നാ ശരി, വൈകിട്ട് കാണാം. ശരി ഏട്ടാ. എത്ര നേരം സ്കൂൾ വിട്ടിട്ട് എവിടെയായിരുന്നു നീ? അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ അമ്മു? അല്ല അമ്മേ, വെള്ളക്കാരുടെ സമരമായിരുന്നു. ടൗൺ നിറയെ പോലീസാ. നീ എന്താ കളിയാക്കുക? ഞാനും പഠിച്ചിട്ടുണ്ട്. 1947 വെള്ളക്കാര് ഇന്ത്യ വിട്ടു പോയത്. ആ വെള്ളക്കാരല്ല, വെള്ളം മൂറ്റുന്നവർക്കെതിരുള്ള സമരമാ. ആ, അത് നീ തെളിച്ചു പറയണ്ടേ? അമ്മ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടില്ലെങ്കിലും ചരിത്രം പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ നിനക്ക്? മനസ്സിലായി മനസ്സിലായി. അല്ലെങ്കിലും സുഖമായിട്ടിന് പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ കൊച്ചാക്കുന്ന ഒരു പതിവാ. മഞ്ജു, ഞാൻ ജോസേട്ടന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. വരുമ്പോ കുറച്ച് ചിക്കനും കൂടി വാങ്ങണേ. മോളുടെ കല്യാണക്കാരൊക്കെ എന്തായി? ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അതൊക്കെ ശരിയാവും, ഏതെങ്കിലും ഒന്ന് ഒത്തുവരും. നോക്കാം. ആ ശരി, കാണാം. നീ ജോസേട്ടനെ കണ്ടോ? കണ്ടു. പെട്ടെന്ന് തീർത്തു കൊടുക്കണമെന്ന് പറഞ്ഞ് അഡ്വാൻസും തന്നു. ഉടനെ തുടങ്ങണം. അതേതായാലും നന്നായി, തൽക്കാലം നിനക്കൊരാശ്വാസമായല്ലോ. ഞാൻ ടൗണിലേക്കാ, 1-2 കാര്യങ്ങളുണ്ട്. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ശരി, വന്നിട്ട് കാണാം. ആ ഒന്ന് ചുമ്മാതിരിക്കും, പിള്ളേരെങ്ങാനും കാണും. ഒരു നേരം കാലം ഇല്ലാതെ പിള്ളേരുടെ ഒരു കാര്യം. സുഖേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ? ആ, എന്താ പറ. പൈസ കിട്ടിയില്ലേ? നമുക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങിയാലോ? തുണി ഇലക്കി ഇലക്കി എന്റെ നടു ഒടിഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു സ്കൂട്ടർ വാങ്ങാം ഇൻസ്റ്റാൾമെന്റിന്. സുഖേട്ടാ, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം പറയുമ്പോ ഇങ്ങനെയാ ഒരു ഉറക്കം. മഞ്ജു, മഞ്ജു, ഇതാ എവിടെ ഉണ്ടേച്ചി? സുഖം പിള്ളേരും ഒക്കെ പോയോ? ഇപ്പൊ പോയതേ ഉള്ളൂ. ഒരു വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിച്ചൂടെ? സുഖേട്ടൻ പറഞ്ഞതാ വാങ്ങാന്ന്. ഞാൻ പറഞ്ഞു തുണി വൃത്തിയാവണമെങ്കിൽ നമ്മൾ തന്നെ അലക്കിയേ പറ്റൂ. വീടൊക്കെ ആയാ ഒരു വാഷിംഗ് മെഷീനൊക്കെ വേണ്ടേ? ഒന്ന് പറഞ്ഞാ മതി, ആ നിമിഷം വാങ്ങിത്തരും. സുഖേട്ടന് പൈസ ഒരു പ്രശ്നമല്ലല്ലോ. ചേച്ചിയുടെ മോൻ ഷോപ്പ് തുടങ്ങിയെന്ന് കേട്ടു. ആ, അവളുടെ കുറച്ച് സ്വർണം പണയം വെച്ച് ചെറുതായിട്ടൊന്ന് തുടങ്ങിയതാ. എത്ര കാലോ വല്ലോന്റെ കയ്യിൽ പണിയെടുക്കുന്നേ. ഭാര്യയുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ച് ഷോപ്പ് തുടങ്ങാന്ന് വെച്ചാ അതൊക്കെ ഒരു കുറച്ചിലല്ലേ ചേച്ചി? എന്താ കുറച്ചില്? ഇതിനൊക്കെയല്ലേ സ്വർണം വെച്ചിരിക്കുന്നത്. ചാവുമ്പോ ആരെങ്കിലും കൊണ്ടുപോകും. അല്ല, സുഖനൊരു ഇലക്ട്രിക് ഷോപ്പൊക്കെ തുടങ്ങിക്കൂടെ? എന്റെ കയ്യിലുണ്ടല്ലോ സ്വർണം. എങ്കി പിന്നെ സുഖൻ ഇങ്ങനെ അലയണോ? ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വരാം. ചേച്ചിക്ക് തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോ. ആ, ഞാൻ പൊയ്ക്കോളാം. അവളുടെ ഒരു പൊങ്ങച്ച. കല്യാണം കഴിഞ്ഞ് 10 ദിവസം തികയും മുമ്പേ സ്വർണ്ണം എടുത്ത് പണയം വെച്ച് ബിസിനസ് തുടങ്ങുന്നത്. ഞാനാണെങ്കിൽ ചാവാൻ കിടന്നാലും കൊടുക്കില്ല.